പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹപിതാവായ ദൈവമേ, ഈ പ്രഭാതത്തിലും പ്രാർത്ഥനയോടെ തിരുസന്നിധിയിൽ ഞങ്ങളിതാ അണയുന്നു. ഓരോ ദിനവും ഞങ്ങളുടെ കരവും കരുതലുമായിരുന്നു കൊണ്ട് അവിടുത്തെ സ്നേഹത്തിൽ ഞങ്ങളെ പരിപാലിക്കണമേ. ഞങ്ങളുടെ കഷ്ടതകളിൽ അവിടുന്ന് ഞങ്ങളുടെ കൂടെയുണ്ടായിരിക്കണമേ. ഒന്നിനു പുറകെ ഒന്നായി ദുരിതങ്ങളും വേദനകളും ജീവിതത്തിലേറുമ്പോൾ തളർന്നു പോകുന്നവരാണ് ഞങ്ങൾ, തകർന്നു പോകുന്നവരാണ് ഞങ്ങൾ. തമ്പുരാനെ, കൈവിടല്ലേ, എപ്പോഴും താങ്ങായി കൂടെയുണ്ടാകണമേ. സകല പ്രത്യാശയും നഷ്ടപ്പെട്ട് ഞങ്ങൾ വല്ലാതെ നഷ്ടധൈര്യരാകുമ്പോൾ കർത്താവെ, കനിവാർന്ന് ഞങ്ങളെ അങ്ങ് താങ്ങേണമേ. ദുഷ്കരമായ യാതൊന്നും ഞങ്ങളെ ഭാരപ്പെടുത്താതിരിക്കട്ടെ. അവിടുത്തെ സമാധാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഇന്നിൻ്റെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുന്നു. ഏറ്റെടുക്കണേ ഈശോ, അനുഗ്രഹിക്കണമേ. വഴികാട്ടി അങ്ങ് കൂടെയുണ്ടാകണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ജീവിത പങ്കാളി, മക്കൾ എല്ലാവരും അങ്ങയുടെ സംരക്ഷണയുടെ തണലിലായിരിക്കട്ടെ. എന്നെ കാക്കുന്ന ദൈവത്തിൻ്റെ മാലാഖയെ, എൻ്റെ പ്രിയപ്പെട്ട കാവൽക്കാരാ, അങ്ങേക്കാണല്ലോ ദൈവം എന്നെ കരുണയോടെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. എന്നെ പ്രകാശിപ്പിക്കാനും കാത്തുസൂക്ഷിക്കാനും ഭരിക്കാനും നയിക്കാനുമായി ഇന്നേ ദിവസം മുഴുവൻ അങ്ങൻ്റെ കൂടെയുണ്ടാകണമേ. എൻ്റെ പേരിന് കാരണമായ വിശുദ്ധനെ, വിശുദ്ധയെ, ഇന്നത്തെ എൻ്റെ ജീവിതം എല്ലാവിധത്തിലും അനുഗ്രഹപൂർണമാകുവാൻ എനിക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ. അങ്ങയുടെ സഹായത്താൽ എൻ്റെ അനുദിന ജീവിതം സുഹൃതസമ്പന്നമാകുവാനും അവസാനം സ്വർഗത്തിൽ അങ്ങയോടൊത്ത് ദൈവത്തെ അനവരതം പാടി സ്തുതിക്കുവാനും ഇടയാക്കണമേ. ആമേൻ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 18-ാം തിരുവചനം. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. ഈ ദിവസം മുഴുവൻ നമുക്ക് പലവിധ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ എല്ലാം സമർപ്പിച്ച് ഇന്നത്തെ ദിനം നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ സഹനങ്ങൾ രക്ഷാകരമാക്കി മാറ്റാനുള്ള കൃപയ്ക്കായി ഈശോയോട് പ്രാർത്ഥിക്കാം. ബെത്സയിദാ കുളക്കരയിൽ ഒരു ഫലമേതുമില്ലാതെ ഞാൻ കിടന്നു. ബെത്സയിദാ കുളക്കരയിൽ ഒരു ഫലമേതുമില്ലാതെ ഞാൻ കിടന്നു. ജലമിളകും നേരം ജനമിളകും വേഗം ജനമനവധി സുഖം നേടുന്നു. എന്നെ തുണയ്ക്കാനാരുമില്ല, എൻ രോദനം കേൾക്കാനാരുമില്ല. ബെത്സയിദാ കുളക്കരയിൽ ഒരു ഫലമേതുമില്ലാതെ ഞാൻ കിടന്നു. നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ ഈ പ്രഭാതത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ ഉപദ്രവിക്കുവാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. മരണം വഴി വേർപെട്ടു പോയിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ.
അങ്ങയെ കണ്ടാനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിലും നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയവും മറിയോസ്യ പിതാവും ഞങ്ങളുടെ ഈ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ആമേൻ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഭാഗ്യപ്പെട്ട മറിയോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ മർഗരീത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ പ്രഭാതത്തിൽ 25-ാം സങ്കീർത്തനം ചൊല്ലിക്കൊണ്ട് കർത്താവെ, ഞങ്ങൾക്കായി പുതിയ വഴികൾ തുറക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിശക്തമായ ഈ സങ്കീർത്തന ഭാഗം ദിവസവും വായിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാറുണ്ട്. അടഞ്ഞുപോയ ജീവിതത്തിൻ്റെ പല വഴികളും അവർക്ക് മുന്നിൽ തുറക്കപ്പെട്ടിട്ടുണ്ട്. മുന്നോട്ടൊരു വഴിയും കാണാതെ അലയുന്ന ജീവിതങ്ങൾക്ക് ഈ സങ്കീർത്തനം ഒരു വഴികാട്ടിയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജിതനാകാതിരിക്കട്ടെ. ശത്രുക്കൾ എൻ്റെ മേൽ വിജയമാഘോഷിക്കാതിരിക്കട്ടെ. അങ്ങയെ കാത്തിരിക്കുന്ന ഒരുവനും ഭഗ്നാശനാകാതിരിക്കട്ടെ. വിശ്വാസവഞ്ചകർ അപമാനമേൽക്കട്ടെ. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങേക്കു വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. കർത്താവേ, പണ്ടു മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ. കർത്താവേ, അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിനനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ. കർത്താവ് നല്ലവനും നീതിമാനുമാണ്. പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു. വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമേ. കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. അവൻ ഐശ്വര്യത്തിൽ കഴിയും. അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും. കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും. എൻ്റെ കണ്ണുകൾ സദാ കർത്താവിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അവിടുന്ന് എൻ്റെ പാദങ്ങളെ വലയിൽ നിന്ന് വിടുവിക്കും. ദയ തോന്നി എന്നെ കടാക്ഷിക്കണമേ. ഞാൻ ഏകാകിയും പീഡിതനുമാണ്. എൻ്റെ ഹൃദയവ്യഥകൾ ശമിപ്പിക്കണമേ. മനക്ലേശത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എൻ്റെ പീഡകളും ക്ലേശങ്ങളും ഓർത്ത് എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ. ഇതാ, ശത്രുക്കൾ പെരുകിയിരിക്കുന്നു. അവർ എന്നെ കഠിനമായി വെറുക്കുന്നു. എൻ്റെ ജീവൻ കാത്തുകൊള്ളണമേ. എന്നെ രക്ഷിക്കണമേ. അങ്ങിൽ ആശ്രയിച്ച എന്നെ ലജ്ജിക്കാനിടയാക്കരുതേ. നിഷ്കളങ്കതയും നീതിനിഷ്ഠയും എന്നെ സംരക്ഷിക്കട്ടെ. ഞാൻ അങ്ങയെ കാത്തിരിക്കുന്നു. ദൈവമേ, ഇസ്രായേലിനെ സകല കഷ്ടതകളിലും നിന്ന് മോചിപ്പിക്കണമേ. ദൈവമായ കർത്താവിന് സ്തുതി.